ആദ്യം തന്നെ പ്ലാനിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. ബേസിക് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കാറില്ല, അതിൻ്റെ ബെനിഫിറ്റ്സ് മാത്രമാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. ബേസിക് കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്നും ആ ഡീറ്റെയിൽസ് കിട്ടും. ബേസിക് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ദിവസം പ്രായമുള്ള ഒരു കുട്ടി തൊട്ട് 55 വയസ്സുള്ള വരെയുള്ള ഒരാൾക്ക് ഈ പ്ലാൻ എടുക്കാം. 15 കൊല്ലം, 20 കൊല്ലം, 25 കൊല്ലം, 30 കൊല്ലം ഇങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് ടേംസ് വരുന്നത്. അതിനുശേഷം നമുക്ക് റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്യും, അതായത് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാൻസാണ്. ഡീറ്റെയിൽസ് അവസാനം പറയാം. അതുപോലെ തന്നെ മിനിമം സം അഷ്യൂർഡ് 2 lakhs ആണ്. ഈ പ്ലാനിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് സം അഷ്യൂർഡിൻ്റെ 8% ലൈഫ് ലോങ് ഗ്യാരൻറ്റീഡ് ഇൻകമായിട്ട് കിട്ടുമെന്നുള്ളതാണ്. 8% ഗ്യാരൻറ്റീഡാണ് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 90 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് മിനിമം ടേം 30 വർഷം വെക്കണം, കാരണം 30 വയസ്സിലാണ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 70 കൊല്ലത്തേക്ക് സം അഷ്യൂർഡ് 8% ഗ്യാരൻറ്റീഡാണ്. അവിടെ നമ്മൾ നോക്കേണ്ടത് FD ഒക്കെ ഗ്യാരൻറ്റീഡ് റിട്ടേൺ പറയുന്നത് മാക്സിമം 10 കൊല്ലമാണ്. അപ്പോൾ 70 കൊല്ലത്തേക്ക് ഗ്യാരൻറ്റി എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ട് അവസാനിക്കും, 2021 അവസാനിക്കുന്നവരെ ഗ്യാരൻറ്റി ആയി തരുന്നത് വേറെ ഒരു പ്ലാനിനോ വേറൊരു കമ്പനിക്കോ പറ്റില്ല. അത് LICയുടെ സ്ട്രെങ്ത്ത് മാത്രമാണ്. അടുത്തൊരു ബെനിഫിറ്റ് 8% ടാക്സ് ഫ്രീ റിട്ടേൺ ആണ്. അതായത് പെൻഷൻ പ്ലാനിലൊക്കെ വരുന്ന എമൗണ്ട് ടാക്സബിൾ ആണ്. ഇതിൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന എമൗണ്ടുകളെല്ലാം ടാക്സ് ഫ്രീ ആണ്. അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ടാക്സ് ഫ്രീ ഇൻകമാണ് കിട്ടുന്നത്. പിന്നെ മറ്റൊരു പോളിസികളിലും ഇല്ലാത്തൊരു കാര്യം ഇതിനുണ്ട്, ഫൈനൽ അഡീഷണൽ ബോണസ്. അതായത് ഈ ബോണസ് എല്ലാ പ്ലാനുകളിലും അവസാനം മാത്രമേ തരുള്ളൂ. അതായത് പ്ലാൻ തീരുന്ന സമയത്ത് എത്ര കൊല്ലം, 30, 40, 15, 20 ഏത് കൊല്ലമാണ് കഴിയുന്നത് അപ്പോൾ മാത്രമേ ഫൈനൽ അഡീഷണൽ ബോണസ്. ഇത് സം അഷ്യൂർഡിൻ്റെ ഒരു 40% ഉണ്ടാവും. ഇത് സറണ്ടർ ചെയ്യുമ്പോഴും കൂടി കൊടുക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ നമ്മളൊരു 15, 20 കൊല്ലം കഴിഞ്ഞ് സറണ്ടർ ചെയ്യുമ്പോൾ തന്നെ സറണ്ടർ ചെയ്യേണ്ട ആവശ്യം വന്നാൽ, അതായത് ഇൻകം കിട്ടുന്ന പ്ലാനാണ് 100 വയസ്സ് വരെ, പക്ഷേ ഫൈനൽ അഡീഷണൽ ബോണസ് നമുക്ക് ഇൻ ബിറ്റ്വീൻ സറണ്ടർ ചെയ്യുമ്പോൾ തന്നെ കിട്ടുമെന്നുള്ളത് ഈ പ്ലാനിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഈ പ്ലാനിൻ്റെ വേറൊരു പ്രധാന ബെനിഫിറ്റ് ലൈഫ് ഇൻഷുറൻസ് കവറേജ് 100 വയസ്സ് വരെ ഉണ്ടാവും. അത് ഇൻക്രീസിങ് ടൈപ്പാണ്. അതായത് നമ്മൾ തുടങ്ങുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് ലൈഫ് ഇൻഷുറൻസ് കവറേജ് കൂടും. അതിൻ്റെ എത്രയാണ് എമൗണ്ട് കിട്ടുക എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അവസാനമുള്ള ബെനിഫിറ്റ് ഇല്ലുസ്ട്രേഷൻ ഒന്ന് വാച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള എത്രയാണ് പ്രീമിയം, എത്രയാണ് എമൗണ്ട് ലാസ്റ്റ് കിട്ടുക, ഇല്ലുസ്ട്രേഷൻ വേണമെങ്കിൽ എന്നെ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായുള്ള എമൗണ്ട് പറഞ്ഞു തരാം. പിന്നെ ഈ പ്ലാനിൻ്റെ 2 ബെനിഫിറ്റ്സ് ഉള്ളത്, ഒന്ന് ഡബിൾ ആക്സിഡൻറ്റ് ബെനിഫിറ്റ്. അത് 70 വയസ്സ് വരെ നമുക്ക് ചൂസ് ചെയ്യാം. അതായത് നമ്മൾ പ്ലാൻ എടുത്ത് നമ്മുടെ 70 വയസ്സാവുന്നവരെ ഡബിൾ ആക്സിഡൻറ്റ് ബെനിഫിറ്റ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രീമിയം വേവർ ബെനിഫിറ്റ് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ 90 ഡേയ്സുള്ള കുട്ടികളുടെ പേരിലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞല്ലോ. കുട്ടികളുടെ പേരിലെടുക്കുമ്പോൾ ആ പ്രീമിയം വേവർ, അതായത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രീമിയം പിന്നെ അടയ്ക്കേണ്ടതില്ല എന്നുള്ള ബെനിഫിറ്റ് നമ്മൾ എന്തായാലും എടുത്തിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ പ്ലാനിൽ ലോൺ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പം സറണ്ടർ വാല്യൂവിൻ്റെ കാര്യം പറഞ്ഞു. ഈ പ്ലാൻ നമ്മൾ 100 കൊല്ലത്തെ പ്ലാനായിട്ട് എടുത്താലും ഒരു 20, 25 കൊല്ലം കഴിഞ്ഞ് സറണ്ടർ ചെയ്താലും ബാക്കി ഏത് പ്ലാനിനേക്കാളും എമൗണ്ട് കുറച്ചധികമേ കിട്ടുള്ളൂ ഈ പ്ലാനിൽ. അതായത് 100 കൊല്ലം പ്ലാൻ ചെയ്തെടുത്തു, പക്ഷേ നമുക്ക് വേറെ ഏത് LICയുടെ അല്ല, LICയുടെ ഏത് പ്ലാനുമായിട്ട് കമ്പയർ ചെയ്താലും, വേറെ കമ്പനികളുടെ പ്ലാനുമായിട്ട് കമ്പയർ ചെയ്താലും, നമ്മളൊരു 20, 25 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ സറണ്ടർ ചെയ്താലും മറ്റു പ്ലാനുകളെക്കാളും, അതായത് 25 കൊല്ലത്തൊരു പ്ലാൻ എടുത്തതിനേക്കാളും കൂടുതൽ എമൗണ്ട് ഇതിൽ കിട്ടും. കാരണം ഫൈനൽ അഡീഷണൽ ബോണസും ആ സമയത്ത് കിട്ടുന്നുണ്ട്, ഗ്രോത്തും അതുപോലെ ഉണ്ട്, ബോണസും കൂടുതലാണ് ഈ പ്ലാനിൽ. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് LICയുടെ ജീവൻ ഉമംഗ് തന്നെയാണ്. ഇനിയൊരു റിയൽ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു 35 വയസ്സുള്ള ആൾ 1 ലക്ഷം രൂപ വെച്ച് ഈ ജീവൻ ഉമംഗ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റിയൽ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിനുശേഷം 100 വയസ്സ് വരെ ആൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്, അതായത് എത്ര ലൈഫ് കവറേജ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സറണ്ടർ ചെയ്താൽ ഓരോ കൊല്ലവും എത്ര കിട്ടും, എത്ര ലോൺ എടുക്കാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു എക്സലാണ് അടുത്ത സ്ലൈഡുകളിൽ കാണുന്നത്. ഇവിടെ നമുക്ക് 1 lakh rupees ജീവൻ ഉമംഗ് ചെയ്യുന്ന 36 വയസ്സുള്ള ഒരാളുടെ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ഇയർ GST 1,04,575 വരും. അടുത്ത കൊല്ലം തൊട്ട് 2,324 ആയിട്ട് കുറയും.
അപ്പോൾ നെറ്റ് പ്രീമിയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 15 കൊല്ലമാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. 15 കൊല്ലം ഈ 1,02,324 വെച്ച് അടയ്ക്കുക. ഇതിന്റെ അവസാനത്തെ കോളത്തിൽ എത്രയാണോ സറണ്ടർ വാല്യൂ കിട്ടുക ഓരോ കൊല്ലത്തിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ ലോൺ എത്രയാണ് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ നിർത്തിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ അത് എൻലാർജ് ചെയ്തിട്ട് ഓരോന്നിന്റെയും വാല്യൂ കാണാവുന്നതാണ്. ആളുടെ 50ാമത്തെ വയസ്സെത്തുമ്പോൾ ആളുടെ പേയ്മെന്റ് കഴിഞ്ഞു. 51ാമത്തെ വയസ്സ്, അതായത് 16ാമത്തെ കൊല്ലം തൊട്ട് എത്രയാണോ അടച്ചത്, അതായത് ഇപ്പൊ 15 കൊല്ലത്തെ സ്കീം ആയതുകൊണ്ട് അതേ എമൗണ്ട് 100 വയസ്സ് വരെ, 51ാമത്തെ വയസ്സ് വരെ 100 വയസ്സ് വരെ ആൾക്ക് 1,02,000 ഇൻകം കിട്ടും. ഇനി നമുക്ക് നോക്കുകയാണ്, നമ്മളൊരു 55 അല്ലെങ്കിൽ 60 വയസ്സാകുമ്പോൾ, 60 വയസ്സിൽ ഇപ്പോൾ ഏറ്റവും താഴെ നോക്കിയാൽ മതി, 60 വയസ്സിൽ ആള് പറയാണ് എനിക്ക് സറണ്ടർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 28,91,700 റുപ്പീസ് ആളുടെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു എൻഡോമെന്റ് പ്ലാനിൽ ഇട്ടതിനേക്കാളും എന്തുകൊണ്ടും കൂടുതൽ എമൗണ്ട് നമുക്ക് ഇതിൽ സറണ്ടർ ചെയ്യുമ്പോഴും എമൗണ്ട് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഇതില് മറ്റേ ലൈഫ് കവറും, അതായത് ഫസ്റ്റ് കോളത്തിലെ ലൈഫ് കവർ ഓരോ കൊല്ലവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100 വയസ്സ് വരെയും ലൈഫ് കവർ ഉണ്ട്. നിങ്ങളിപ്പോൾ ഇതിൽ 61ാമത്തെ വയസ്സിൽ 35 ലക്ഷം, അതായത് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് എത്രയാണ്, ഇപ്പം എത്രയായിരുന്നു ആളുടെ ലൈഫ് കവർ? 13,54,000 ആയിരുന്നു ആദ്യം 35ാമത്തെ വയസ്സിൽ. ഇപ്പൊ 35,44,000. ഈ സമയത്ത് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ 35,44,500 കിട്ടും. അത് തന്നെ 75ാമത്തെ വയസ്സിലാണെങ്കിൽ 80 ലക്ഷം നോമിനിക്ക് കിട്ടും. എല്ലാ കൊല്ലവും ഓരോ ലക്ഷം വെച്ച് കിട്ടുന്നുണ്ട്. സറണ്ടർ ചെയ്യുമ്പോൾ 67,93,200. അതായത് ഇൻക്രീസിങ് ലൈഫ് കവറാണ് അപ് ടു 100 ഇയേഴ്സ്. അത് ഒരു വലിയ ഒരു ഫീച്ചറാണ് ജീവൻ ഉമംഗ് പ്ലാനിന്റെ. കണ്ടിന്യൂ ചെയ്യുന്നു. 100 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ. 78 വയസ്സ് മുതൽ 92 വയസ്സ് വരെയാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്ക് ഏത് വർഷവും ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് 80ാമത്തെ വയസ്സിൽ ഡെത്ത് സംഭവിച്ചാൽ 80,96,250 രൂപ നോമിനിക്ക് പോകും. എല്ലാ കൊല്ലവും ഓരോ ലക്ഷം രൂപ വെച്ചിട്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സറണ്ടർ ചെയ്യുകയാണെങ്കിൽ 72,52,200. അപ്പോൾ ഒരു ഡെത്ത് സംഭവിച്ചാലും ഇൻകത്തിനും നമുക്ക് സറണ്ടർ വാല്യൂയിലും ഏത് രീതിയിൽ നോക്കിയാലും ജീവൻ ഉമംഗ് പ്ലാൻ വളരെ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലാനാണ്. LICയുടെയും ഏറ്റവും ബെസ്റ്റ് പ്ലാനാണ് ജീവൻ ഉമംഗ്. ഇതാണ് 100ാമത്തെ വയസ്സിൽ വരെയുള്ള സ്ലൈഡ്. നമുക്ക് 100ാമത്തെ വയസ്സ് വരെ നമ്മൾ സർവേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100ാമത്തെ വയസ്സിൽ 88,23,000 രൂപ കിട്ടും. ടോട്ടൽ ടേമിൽ 50 കൊല്ലം കൊണ്ട് 50 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ടോട്ടലായിട്ട് 1,38,24,000 രൂപയാണ് നമുക്ക് ലാസ്റ്റ് എല്ലാ ബെനിഫിറ്റും കൂടി ഉണ്ടാവുക. നമ്മൾ ടോട്ടൽ അടച്ചത് 15,37,111. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ജീവൻ ഉമംഗ്, അതായത് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഇൻകം, നമുക്ക് ഡെത്ത് സംഭവിച്ചാൽ നോമിനിക്ക് ഇൻക്രീസിങ് ലൈഫ് കവർ, അതുപോലെ തന്നെ നല്ല എപ്പോൾ വേണമെങ്കിലും സറണ്ടർ ചെയ്യാവുന്ന സൗകര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു ബെസ്റ്റ് പെൻഷൻ കം ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് ജീവൻ ഉമംഗ്. ഇനി ഈ പ്ലാനിൻ്റെ ഏറ്റവും വലിയ ഒരു ഫീച്ചർ പറയാം. ഇപ്പോൾ 15 കൊല്ലം കൊണ്ടാണല്ലോ നിങ്ങൾ ഈ 15 ലക്ഷം അടയ്ക്കുന്നത്, ഓരോ ലക്ഷം വെച്ച്. ഇനി നിങ്ങൾക്ക് ഈ 15 കൊല്ലം അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ എമൗണ്ട്, ഈ 15 ലക്ഷം നിങ്ങൾക്ക് 3 കൊല്ലം കൊണ്ട് അടച്ചു തീർക്കാം. കാരണം ബിസിനസ്സുകാർക്കൊക്കെ ചിലപ്പോൾ 15 കൊല്ലം അടയ്ക്കാൻ പറ്റില്ല. ചിലപ്പോൾ NRIs ഉണ്ടാവും, അവർക്ക് വേഗം അടച്ചു തീർക്കേണ്ടി വരും. അത് വേണമെങ്കിൽ 3 കൊല്ലം കൊണ്ട് അടച്ചു തീർക്കാം 5 ലക്ഷം വെച്ചിട്ട്. അല്ലെങ്കിൽ 5 ലക്ഷം വെച്ച് 3 ലക്ഷം വെച്ച് 5 കൊല്ലം കൊണ്ട് അടച്ചു തീർക്കാം. ഇങ്ങനെ ആയാലും ഈ എല്ലാ ബെനിഫിറ്റും കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഇതിൽ കാണിച്ച ബെനിഫിറ്റ്സുകളുണ്ടല്ലോ, നമ്മൾ ബെനിഫിറ്റ് ഇല്ലുസ്ട്രേഷനിൽ കാണിച്ച എല്ലാ ബെനിഫിറ്റുകളും കിട്ടും. ഇൻ കേസ് ഇനി നിങ്ങൾ 1 കൊല്ലം കൊണ്ട് അടയ്ക്കണം, അതായത് നിങ്ങൾക്ക് ഒരു വലിയ ലാൻഡ് ഡീൽ നടന്നിട്ട് ഒരു 15 ലക്ഷം എമൗണ്ട് കിട്ടി, അതായത് 15 ലക്ഷം ഞാൻ പറഞ്ഞത് ഈ എക്സാമ്പിളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു തവണത്തെ എമൗണ്ട്, അതായത് ഒരു 5 ലക്ഷം LICയിലെ ഈ ജീവൻ ഉമംഗ് പ്ലാനിലിട്ട് ബാക്കി 2 FD ആയിട്ട് പ്ലേസ് ചെയ്യുക. ബാങ്കിൽ ഒരു 1 ഇയർ FD ഒരെണ്ണം ഒരു 5 ലക്ഷം പ്ലേസ് ചെയ്യുക, 2 ഇയർ FD പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ 3 കൊല്ലത്തെ പ്ലാനായിട്ട് ഇത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പെയ്ഡപ്പ് രീതിയിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. കൂടുതൽ കാലം അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന കസ്റ്റമേഴ്സ് ആ ഫെസിലിറ്റിയും യൂസ് ചെയ്യാം. ഇനി എത്ര ഇൻകം കിട്ടും എന്നതിന് ഒരു ചെറിയ ഒരു ഫോർമുലയുണ്ട്. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വെച്ചിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ 15 കൊല്ലത്തെ അടവാണെങ്കിൽ 15 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ലൈഫ് ലോങ് 100 വയസ്സ് വരെ നമ്മൾ അടച്ച എമൗണ്ട് തന്നെ കിട്ടും. ഇനി 20 കൊല്ലത്തെ പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ 1 ലക്ഷത്തിൻ്റെ എക്സാമ്പിളാണെങ്കിൽ 20 കൊല്ലം അടച്ചതിന് ശേഷം ലൈഫ് ലോങ് നമുക്ക് 1.5 ലക്ഷം, അതായത് 150% ഓഫ് അടച്ച എമൗണ്ട് നമുക്ക് കിട്ടും.
ഇനി 25 കൊല്ലത്തെ ടേമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 lakh അടച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം വെച്ച് ഇൻകം കിട്ടും. അതായത് 200%. 30 കൊല്ലത്തെ ടേമാണ് എടുക്കുന്നതെങ്കിൽ 1 lakh അടയ്ക്കുന്ന ആൾക്ക് 250%, അതായത് 2.5 ലക്ഷം വെച്ച് ലൈഫ് ലോങ് കിട്ടും. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എത്ര എമൗണ്ട് ഇൻകം കിട്ടുന്നതിന് ഒരു ചെറിയ ഒരു ഫോർമുല, ഇത്ര കാലം അടച്ചാൽ ഇത്ര കിട്ടും എന്നുള്ളതിന് ചെറിയ ഒരു ഫോർമുലയാണ് അത്. പെൻഷൻ, അതുപോലെ വെൽത്ത് ക്രിയേഷൻ, അങ്ങനത്തെ എല്ലാ ഗോളുകൾക്കും പറ്റിയ ഒരു പ്ലാനാണ് ലോങ് ടേം. ഞാൻ പറഞ്ഞത് ഒരു 15 കൊല്ലം 20 കൊല്ലം അങ്ങനെ. അതായത് പെൻഷൻ പ്ലാനൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ലൈഫ് ലോങ് ആണല്ലോ. പിന്നെ വെൽത്ത് ക്രിയേഷൻ, അതായത് കുട്ടികളുണ്ടായിട്ട് 20 കൊല്ലം കഴിഞ്ഞില്ല, അതിനൊക്കെ ഏറ്റവും നല്ലൊരു പ്ലാനാണ് ജീവൻ ഉമംഗ്, വെൽത്ത് ക്രിയേഷനും ഒക്കെ. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാനാണ് ജീവൻ ഉമംഗ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും, ജീവൻ ഉമംഗിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ജീവൻ ഉമംഗിൻ്റെ ഇല്ലുസ്ട്രേഷൻ ഓഫ് ബെനിഫിറ്റ്സ്, നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെങ്കിലും, ജീവൻ ഉമംഗ് പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്.